ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. ഞാൻ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ദൂരയാത്ര പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, ഹൈ റേഞ്ചിലോട്ടാണ്. കട്ടപ്പന തങ്കമണി അവിടെയാണ് എൻ്റെ വീട്. എൻ്റെ പഴയ ATM കാർഡ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയത് വന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ഒപ്പിട്ട് മേടിക്കണം. അതിന് വേണ്ടിയുള്ള പോക്കാണ്. ഞാനും കുഞ്ഞിനും ഉണ്ടായിരുന്നുണ്ട്. സമയം ഒരു 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നീലാംബരി ബസ്സിൽ കയറിയാണ് ഞങ്ങൾ പോകുന്നത്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ബസ് യാത്രയൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മടുക്കും, കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. പിന്നെ പോക്ക് അടിപൊളിയാണ്. ഇത് പള്ളിക്കുന്നാണ് സ്ഥലമേ. ഈ സ്ഥലം സെമിത്തേരിയൊക്കെ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ആൻ്റണി പിന്നെ ജോജി ജോർജിൻ്റെ കുറേ പടത്തിൽ കണ്ടിട്ടുണ്ട് ഈ സെമിത്തേരിയൊക്കെ. അപ്പം ഒട്ടുമിക്കാലും പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണ്. തീർത്ഥാടന കേന്ദ്രം കൂടെയാണ് ഈ പള്ളിയെ. സെൻറ്റ് ജോർജ് CSI ചർച്ച് ആട്ടോ ഇത്. പള്ളിക്കുന്നാണ് സ്ഥലമേ. നല്ല രസമാണ് ഇവിടുത്തെ വൈബ്. പള്ളിയിൽ മുറ്റത്തായാലും ഇഷ്ടംപോലെ മരങ്ങളൊക്കെ. ഇത് എന്നാ മരമാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് മരങ്ങളൊക്കെ നിൽപ്പുണ്ടേ. പിന്നെ പള്ളിമുറ്റത്താണ് നല്ല തണലാട്ടോ. നല്ലൊരു വൈബാണ് ഈ പള്ളിയിൽ. ഞങ്ങൾ ഇന്നാളൊരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നേ. പിന്നെ നല്ല രസമുണ്ട്. ഒരുപാട് പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു തടാകമുണ്ട് കേട്ടോ. അതൊന്ന് ഷൂട്ട് ചെയ്യണം. ആ സൈഡിലെല്ലാം ഈ മരങ്ങൾ നിൽപ്പുണ്ട്. ഇത് എന്ത് മരം? പൈൻ മരമാണോ എന്ന് എനിക്ക് ചെറിയ സംശയമില്ലായില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ എന്താ നിങ്ങളെന്തോ ഓർക്കും നിർത്തി ഞാൻ പറയാത്ത കേട്ടോ കറക്റ്റ്. എനിക്കറിയത്തില്ല. പിന്നെ വഴിയിലൊക്കെ പശുക്കൾ നിന്ന് തീറ്റ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്കാനൊക്കെ എത്തിയപ്പോൾ ഒരു കുതിരയെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ തടാകമേ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ മുതലേ കൊണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി സത്യമാണോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വഴി സൈഡിൽ കൂടെ ആൾക്കാർ നിന്ന് ഐസ്ക്രീം വണ്ടിയും ഒരുപാട് കാണാനൊക്കെ നല്ല രസമാണ്. തേയിലത്തോട്ടമാണ് മെയിൻ പ്രധാനമായിട്ടും കാണാനുള്ളത്. നല്ല രസമാണ് തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ കണ്ട് യാത്ര പോകാൻ. പിന്നെ ഈ താഴെ കാണുന്ന മൺവഴി ആഷ്ലി ബംഗ്ലാവിലോട്ട് പോകുന്ന വഴി കേട്ടോ. മറ്റേ ഇയ്യോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ദിവസം പോകണമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഐസ്ക്രീം വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വഴി സൈഡിൽ കൂടെ. കാരണം സഞ്ചാരികളൊക്കെ പോകുമ്പോൾ അവിടെ നിർത്തി കഴിക്കാൻ വേണ്ടിയൊക്കെയാണ്. പിന്നെ ഇതൊരു ചെറിയ പള്ളി, പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കുരിശടി ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാർ നിർത്തി തിരി കത്തിക്കുന്നതാണ്. ഞാനും ഒരു പ്രാവശ്യം തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കണ്ടിരിക്കാനേ. ഇങ്ങോട്ട് പോകുന്ന യാത്രയൊന്നും ഒരു മടുപ്പും തോന്നുന്നില്ല. കാരണം കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുട്ടിക്കാലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് തന്നെ അപ്പുറം ഇപ്പുറം ഭയങ്കര കൊക്കയാണ് കേട്ടോ. പേടി തോന്നുമെങ്കിലും രസമുണ്ട് കണ്ടിരിക്കാനൊക്കെ. പിന്നെ ഏലപ്പാറ എത്തി. ഏലപ്പാറയിലൊരു കുരിശടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏലപ്പാറ ടൗണിലോട്ട് നമ്മളങ്ങനെ കടന്നു. അപ്പം ചെറിയൊരു മഴ മൂടലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എങ്ങനെ തീരുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കട്ടപ്പന എത്തി കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കട്ടപ്പന ചെന്നപ്പോൾ മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു.